ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഡിഫാൾട്ടുള്ള നമ്മുടെ മൊബൈൽ ഫോണിലെ കൺട്രോൾസ്, അതായത് ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് ആക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമുക്ക് ഇത്തരത്തിലൊരു കൺട്രോൾ എങ്ങനെയാണ് എത്തിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതുമാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ പല ആളുകൾക്കും ആ ഡാറ്റ യൂസേജിൻ്റെ സെറ്റിങ്സ് മൊബൈൽ ഫോണിൽ പല സെറ്റിങ്സ് ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവർക്കും ഈ ഒരു സെറ്റിങ്സിലൂടെ അവർക്ക് അത് എളുപ്പമാക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ഒരു സഹായമുണ്ട്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും താഴെയായിട്ട് കാണാം ലിമിറ്റഡ് വെർഷൻ എന്നൊരു ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഫസ്റ്റത്തെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയതിന് ശേഷം ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് ബാക്ക് അടിക്കുക. അവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. വീണ്ടും ഫസ്റ്റത്തെ ഓപ്ഷൻ. ശേഷം ഇവിടെ നിങ്ങളിവിടെ ഫസ്റ്റത്തെ ഈ ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ വന്നിട്ട് സർവീസിൽ ഒന്ന് പോയിട്ട് ഇത് MI കൺട്രോൾസിൽ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ബാക്ക് അടിക്കുക. ശേഷം ഇവിടെ MI കൺട്രോൾ എന്നൊരു ഓപ്ഷൻ കുറേ എഴുതിയായിട്ട് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഒന്ന് ലോഡാവുന്നുണ്ട്. ഒന്ന് ബാക്ക് അടിച്ച് നോക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നല്ല രസത്തിൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ കളർസ് പോയിട്ട് പല രൂപത്തിലുള്ള കളർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതിൻ്റെ ഐക്കൺ എല്ലാത്തിൻ്റെയും കളർ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ചിലപ്പോൾ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്കാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വലത് ഭാഗത്ത് നിന്ന് ഇടത്തെ ഭാഗത്തുനിന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് വരും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ആ ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആക്കുക എന്ന് നോക്കാം. അതിനെ ഇവിടെ ഡാറ്റ യൂസേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അതിനെ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ MI കൺട്രോൾ ഒന്ന് ഞാൻ ഓൾറെഡി ഇവിടെ ഒന്ന് ഡിസേബിൾ ആക്കി എനേബിൾ തന്നെ ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എനേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് എനേബിൾ ആക്കാൻ ശ്രമിക്കുക. ശേഷം ഒന്ന് ബാക്ക് വരിക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാറ്റൂടെ എത്ര MB എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിപ്പോൾ എല്ലാവരും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.